ആഫ്രിക്കൻ തത്തെല്ലാം ഭയങ്കര തണുപ്പായിട്ട് ഇടാ. തണുപ്പായതുകൊണ്ട് ആഫ്രിക്കൻ തത്തെല്ലാം ഇതാ എന്തോരായിട്ടുള്ളതാ, എന്തോരിതാ, ഒരു ഉന്മേഷമില്ലാതെ ഭയങ്കര തണുപ്പാട്ടെ ഇന്ന്. ഫുൾ റബ്ബറാണ് ഈ ഭാഗത്ത്, മൊത്തം റബ്ബറാണ്. റബ്ബറിൻ്റെ ചപ്പ് മൊത്തം അടിഞ്ഞ് മുറ്റം മൊത്തം കാണില്ലേന്. ഇപ്പം എല്ലാം ഒന്ന് വേറെ തീരൽ വന്ന് എല്ലാം റെഡിയായി. ഇപ്പം റബ്ബറിന് വേറെ തീരലൊക്കെ വന്ന് ഇപ്പം മുറ്റം അങ്ങനെ ഇതാ ചപ്പ് മുതൽ ഈ മുറ്റം കാണില്ലേന് തീർന്നു. അതേക്കുറിച്ചെല്ലാം പറഞ്ഞു. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ദോശയാണ്, തക്കാളിക്കറി ദോശ, ചായ, ഇതാണ് ഇന്നത്തെ ഫേവറേറ്റ്. ഇപ്പോൾ കുട്ടികളൊക്കെ മദ്രസയിൽ പോയി, ഒരാൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അത് രാത്രിക്കാണ്, ഒരാൾക്ക് മദ്രസ, ഒരാൾക്ക് രാവിലെയാണ്. അപ്പോൾ അങ്ങനെ മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം വരും. ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? സൂപ്പറല്ലേ? തക്കാളി കറി ഇഷ്ടപ്പെട്ടിട്ടില്ല, മുട്ടക്കറി എന്നെല്ലാം പ്രതീക്ഷിച്ചിട്ടല്ലേ. നമുക്ക് അടുത്ത് മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടാ, തക്കാളി കറി കേട്ടാ. കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. മത്തിക്ക് നല്ല വിലയുണ്ട് കേട്ടോ, കിലോന് 200 രൂപ. കുറച്ച് മത്തിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് പൊരിക്കാമെന്ന് കരുതി. അപ്പോൾ മഞ്ഞളൊക്കെ ഇട്ടു. കുറച്ച് അയിലയും കുറച്ച് മത്തി മിക്സഡ് ആക്കിയിട്ടാണ്. അപ്പോൾ മത്തിക്ക് നല്ല വിലയായതുകൊണ്ട് മത്തി കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കിലോന് 200 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മത്തി ഇട്ടിട്ടുണ്ട്, മത്തി അയില രണ്ടും മിക്സഡ് ആക്കിയിട്ടാണ് പൊരിക്കുന്നത്. മത്തിക്ക് നല്ല ഡിമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മത്തി അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് പൊരിക്കലാണ് മത്തി. ഇപ്പോൾ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ചേർത്തു അതിൻ്റെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പൊരിക്കാനായിട്ട് എണ്ണ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പൊരിക്കുന്നുണ്ട്, അതിലേക്ക് പൊരിക്കുന്നുണ്ട്. കൊടുക്കാറൊന്നിട്ട് കൊടുക്കാം, കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊരിയട്ടെ. അപ്പോൾ നമ്മൾ മീനിവിടെ പൊരിഞ്ഞ് വരുന്നുണ്ട്. മത്തി മുളകിട്ട് കറി വെക്കാൻ വേണ്ടി ഇതാ ഒറ്റടുത്ത് വെച്ച് ഇപ്പോൾ കടുക് കൂട്ടുന്നുണ്ട്. കടുക് പൊട്ടിയപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും പെട്ടെന്ന് കൊമ്മിലിട്ട് നമ്മൾ കുറച്ച് ഇട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളകിട്ട് കറി വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഭക്ഷണത്തിൻ്റെന്ന്. അപ്പോൾ മീനൊക്കെ പെരിഞ്ഞ് മറിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ മീനൊക്കെ പെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടിഭാഗം കൂടി ആവാനുണ്ട്. അപ്പം നമ്മുടെ കറിയുടെ തക്കാളിയൊക്കെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുളക്, മല്ലി, മഞ്ഞൾ, പുളിയൊക്കെ ചേർത്ത് ഒരു നല്ല മത്തി മുളകിട്ട കറി ഇവിടെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുളകിട്ട കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മീൻ ചേർത്ത് കൊടുക്കാം. മത്തിയാണ്, കൊട്ടത്തലേക്കിട്ട് മുറിച്ചു. അപ്പോൾ ഇതിന് തിളച്ച് വരണം. അപ്പോൾ മീനൊക്കെ ഇവിടെ റെഡിയായി, പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ ഉച്ച ഭക്ഷണം എല്ലാം റെഡിയായി. അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ സൂപ്പറായി തിളച്ച് വന്നിട്ടുണ്ട്. മത്തി അയിലും മത്തിയൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.